അപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയപ്പാടിൽ നിന്നാണ് വിജ്ഞാപനമാക്കുന്നതിന് വേണ്ടി അവർ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എങ്കിലും രാജ്യത്തിനകത്തെ പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടെ രൂപപ്പെടുത്തി രാജ്യത്തെ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി വന്നപ്പോ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ IT മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പോരാട്ടത്തിന്റെ അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാംസങ് തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വിജയത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന സാഹചര്യവും അത് സൃഷ്ടിച്ച പ്രതിഫലനവും നമുക്ക് 2024 തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി പറ്റി. എന്താ കാണാൻ വേണ്ടി പറ്റിയത്? 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്, കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രാജ്യത്തിനകത്ത് അവർ ഒരുക്കി വച്ചിരുന്നു. അതിന് മുന്നേ നടന്ന എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പണം വൻതോതിൽ ചെലവഴിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഈ രാജ്യത്തിനകത്ത് 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കി മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ കണഞ്ഞു ശ്രമിച്ചു നരേന്ദ്രമോദിയും അമിത്ഷായും. എന്താ സംഭവിച്ചത്? കയ്യിലുള്ള സീറ്റിൽ നിന്ന് 300 സീറ്റിൽ നിന്ന് 63 സീറ്റ് നഷ്ടപ്പെടുന്ന 303 സീറ്റിൽ നിന്ന് 63 സീറ്റ് നഷ്ടപ്പെട്ട് 240ലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാം ഒക്കെ പ്രതീക്ഷിച്ചത് ഇങ്ങനെ സീറ്റിന്റെ എണ്ണം കുറഞ്ഞാൽ ഭാവിയിലുള്ള തിരിച്ചടി ഭയന്ന് ഈ ഗവൺമെന്റ് പുറകോട്ടേക്ക് പോകും എന്നുള്ളതായിരുന്നു. 2 പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുടെ ഭാഗമായിട്ട് അധികാരം നിലനിർത്തിയപ്പോ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് തൊഴിൽ മേഖലക്കകത്തുണ്ടായിട്ടുള്ളത്. ഇന്നിതാ വിജ്ഞാപനമായി തൊഴിൽ കോഡ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മയെല്ലാം ഈ ആധുനിക മുതലാളിത്തം വരിഞ്ഞ് മുറുക്കി അടിമതുല്യമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് സംഘടിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ തന്നെ ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ പീനൽ കോഡ് വകമാറി ഭാരതീയ ന്യായ സംഹിതയായി മാറി. ഭാരതീയ ന്യായ സംഹിതയുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ സംഘം ചേരുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. പ്രകടനം നടത്തുക, പ്രതിഷേധം നടത്തുക, സംഘം ചേരുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആർക്കെതിരായിട്ടും ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരം ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി വന്നു ചേർത്തിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ തൊഴിലാളികളുടെ ആനുകൂല്യം വെട്ടിക്കുറക്കാം, തൊഴിലാളികളുടെ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാം. യൂണിയൻ രൂപീകരിക്കാൻ വേണ്ടി കഴിയില്ല, പ്രക്ഷോഭം നടത്താൻ വേണ്ടി കഴിയില്ല, പ്രതിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഈ രാജ്യത്തെ ഗവൺമെന്റ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള വസ്തുത നമ്മുടെ രാജ്യത്തിനകത്തെ തൊഴിലാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് മിനിമം വേതനം കൊടുക്കാത്ത നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കകത്തും തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പ് നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ, ഏത് സംഘടന പറയുന്നത് എന്ന് അന്വേഷിക്കാതെ സ്വതന്ത്രമായിട്ട് ഊർത്തമായിട്ടുള്ള സാഹചര്യം ഉയർന്നു വരികയാണ്. നമ്മുടെ സമൂഹത്തിനകത്ത് പല വിപ്ലവങ്ങളും നടന്നിട്ടുള്ളത് ആ ജനങ്ങൾക്ക് ഇന്നലെ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം വന്നാൽ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നൊരു സാഹചര്യം വന്നാൽ ഏതു പ്രതിഷേധത്തിനും തയ്യാറായി മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു മൂർത്തമായിട്ടുള്ള സാഹചര്യം ഉയർന്നു വന്നപ്പോ ഉത്തരേന്ത്യൻ നോയിഡയിൽ ആരംഭിച്ച് ഡൽഹിയിലേക്കും ഉത്തരാഖണ്ഡിലേക്കും ബീഹാറിലേക്കും ഒക്കെ പടർന്നു പന്തലിച്ച പ്രക്ഷോഭമായിട്ട് ആ തൊഴിലാളി സമരം മാറുന്നു. ആ തൊഴിലാളി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. സമരം ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ മിനിമം വേതനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 20 വർഷമായിട്ട് മിനിമം വേതനം പുതുക്കാത്ത ഗുജറാത്തിനകത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം കാണാൻ വേണ്ടി പറ്റി. അത്യുജ്വലമായിട്ടുള്ള പോരാട്ടമാണ് തൊഴിലാളികൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ പിന്നിലണിനിരക്കാൻ പല കേന്ദ്ര ട്രേഡ് യൂണിയനുകളും തയ്യാറായില്ല. BMSO, INTC ഉൾപ്പെടെയുള്ള സംഘടനകളോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി തയ്യാറായില്ല. കേവലം CITU ഈ ചുവന്ന പതാക പിടിച്ച പ്രസ്ഥാനമാണ് അവർക്ക് സഹായകരമായിട്ട് നിലപാട് സ്വീകരിച്ചത്. തൊഴിലാളികളെ കണ്ണുകെട്ടി വിലങ്ങു വച്ച് അജ്ഞാത കേന്ദ്രത്തിലേക്ക് പാർപ്പിച്ചപ്പോ എവിടെയാണ് തൊഴിലാളികളെന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കൾ, തൊഴിലാളി സംഘടന നേതാക്കളാണ് ആ സമരരംഗത്ത് ഇരമ്പിയാർത്ത് മുന്നോട്ടേക്ക് പോകുന്ന അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഒരു വലിയ നിലയിലേക്കുള്ള പോരാട്ടത്തിന്റെ അനുഭവം രാജ്യത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. വർത്തമാനകാലത്ത് ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട സാഹചര്യം ഉയർന്നു വന്നു എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ കേരളത്തിനകത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എത്രമാത്രം വലതുപക്ഷവൽക്കരണമാണ് കേരളീയ സമൂഹത്തിനകത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ പണിമുടക്കിന് അനുകൂലമായിട്ട്
ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്തു നോക്കൂ. എന്താ മറുപടി? നൂറുകണക്കിന് കമന്റുകൾ അതിനടിയിൽ വരികയാണ്. ഈ പണിമുടക്കൊക്കെ കാലാഹരണപ്പെട്ട പ്രക്ഷോഭമാണ് എന്ന് സമൂഹത്തിനകത്ത് മേൽക്കൈ നേടുന്ന അനുഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇന്ന് ദൗർഭാഗ്യവശാൽ INTUC-യുടെ 8 സംഘടനകളുടെ ഭാരവാഹി എന്ന് നാഴികക്ക് 40 വട്ടം പ്രഖ്യാപിക്കുന്ന VD സതീശന്റെ പ്രസ്താവന പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കണ്ടു. ഫെബ്രുവരി മാസം 12-ാം തീയതിയുടെ പണിമുടക്കിന്റെ ഭാഗമായിട്ട് മറ്റെല്ലാ സംഘടനകളും എല്ലാ പരിപാടികളും നിർത്തിവെച്ച് പണിമുടക്കിന് സഹകരിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ 11-ാം തീയതി വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ആ ജാഥയുടെ ക്യാപ്റ്റൻ VD സതീശൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ നാളെ ഞങ്ങളുടെ ജാഥയുമായി മുന്നോട്ടേക്ക് പോകും. പണിമുടക്കൊക്കെ കാലാഹരണപ്പെട്ട പ്രക്ഷോഭമാണ് എന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് സതീശൻ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പഴയ അടിമത്ത കാലഘട്ടത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് നമ്മെ തള്ളിവിടുകയാണ്. തൊഴിലാളിയുടെ ഏറ്റവും അവസാനത്തെ വജ്രായുധം എന്ന് പറയുന്നത് എന്താ? ഈ ലോകത്തിനകത്തെ സകല നിർമ്മിതികളുടെയും നിർമ്മാണത്തിന് പിന്നിൽ ഈ ലോകത്തിനകത്ത് തൊഴിലാളി വർഗത്തിന്റെ വേർപ്പും ചോരയുമാണ്. തൊഴിലാളികളുടെ മിച്ചമൂല്യമാണ് ഈ ലോകത്തിനകത്ത് പടുത്തുയർത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും. തൊഴിലാളികളുടെ കൈകൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ലോകം നിശ്ചലമാകും. ഇന്ന് കാണുന്ന ആധുനിക യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള തൊഴിലാളികളാണ്, അത് ഉപയോഗിക്കുന്ന തൊഴിലാളികളാണ്. എല്ലാ നിർമ്മിതികൾക്ക് പിന്നിലും എല്ലാ ഉൽപ്പന്നങ്ങൾക്ക് പിന്നിലും തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് നിന്റെ പറമ്പിൽ പണിയെടുക്കാൻ, നിന്റെ ഉടമസ്ഥതയിൽ പണിയെടുക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ ഊർജ്ജം ചെലവഴിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തന്റെ ഇടത്തോടെയുള്ള തീരുമാനമാണ് പണിമുടക്കം എന്ന് പറയുന്നത്. തൊഴിലാളിക്ക് ഏതെങ്കിലും നിലയിൽ നന്നായി ജീവിക്കാനുള്ള സൗകര്യമുള്ളത് കൊണ്ടല്ല, ഇന്നലെ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉയരുമ്പോഴാണ്, മറ്റൊരു നിവർത്തിയില്ലാത്ത ഘട്ടത്തിലാണ് തൊഴിലാളി പണിമുടക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ പണിമുടക്കം പഴഞ്ചനാണെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കുന്ന സാഹചര്യം ഇന്ന് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു. ആ നിലയിൽ അങ്ങേയറ്റം വലതുപക്ഷവൽക്കരണ നയം ഈ സംസ്ഥാനത്തിനകത്ത് കൂടി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്ന UDF ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്ക് കൂടി ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ സമയമാണ് ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യം. അതുകൊണ്ട് വരാനിരിക്കുന്ന ഇന്ത്യ വികസിത രാഷ്ട്രമാക്കാൻ ട്രേഡ് യൂണിയൻ ഇല്ലാത്ത ഒരു തൊഴിൽ മേഖല ഇന്ത്യക്ക് ആവശ്യം. ആ തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് നിലവിലുണ്ടായിരുന്ന 8 മണിക്കൂർ ജോലി സമയം ഉള്ളത് നിയമം മൂലം റദ്ദാക്കണം. നിശ്ചിതമായ ജോലി സമയത്തിന്റെ പരിധി അനുവദിക്കാൻ പാടില്ല. അതാണ് ആവശ്യമായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ. അതുകൊണ്ടാണ് ഇൻഫോസിസിന്റെ നാരായണമൂർത്തി ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞത്, ഒരു മാസം രാജ്യത്തെ തൊഴിലാളികളുടെ വേതനത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തൊഴിൽ സമയത്ത് ആഴ്ചയിൽ 48 മണിക്കൂർ ജോലിയെടുക്കണം. അത് 70 മണിക്കൂറാക്കി ഉയർത്താൻ പരസ്യമായി ആവശ്യപ്പെട്ടത് ഇൻഫോസിസിന്റെ നാരായണമൂർത്തിയാണ്. അതും പോരാ, ഒരാഴ്ചയിൽ 90 മണിക്കൂർ ജോലിയെടുക്കണം. ജോലി സമയം 90 മണിക്കൂറാകണം ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 മണിക്കൂറാകണം. LNGയുടെ ഉടമയാണ് ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെച്ചത്. ഇവരെയെല്ലാം തൃപ്തിപ്പെടുത്താൻ സഹായിക്കുന്ന വിധം ജോലി സമയം 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെയാക്കാൻ ലേബർ കോഡിൽ വ്യവസ്ഥ ചെയ്തു. ഒരു സംസ്ഥാനത്തെ തൊഴിലുടമ ആ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ ഇരട്ടി വേതനം കൊടുക്കാതെ ഓവർ ടൈം ഇല്ലാതെ പണിയെടുപ്പിക്കുക. അത് ഈ കോഡിൽ ഉൾപ്പെടുത്തി. കോഡിൽ ഉൾപ്പെടുത്തിയെങ്കിലും നേരത്തെ നമ്മൾ ഉദ്ഘാടനം പറഞ്ഞ പോലെ 2020 കോവിഡ് കാലത്തെല്ലാവരും നമ്മൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോൾ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച പോലും ഇല്ലാതെ പാസ്സാക്കിയതാണ് 3 ലേബർ കോഡ്. ഒന്ന് 2019 പാസ്സാക്കി വെച്ചു,
വേജ് കോഡ്. ബാക്കി 3 കോവിഡ് കാലത്ത് പാസ്സാക്കിയതാണ്. ഇന്ത്യയിൽ 60 കോടി തൊഴിലാളികൾ എന്ന് പറയുന്നത് യൂറോപ്പിലെ വോട്ടർമാരായിട്ടുള്ള ജനസംഖ്യയേക്കാൾ അധികമാണ്, വലിയ സംഖ്യയാണ്. യഥാർത്ഥത്തിൽ ഈ 60 കോടി തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബാംഗങ്ങളിൽ ചേർന്നാൽ ഒരു രാഷ്ട്രത്തിനേക്കാൾ വലുതാണ്. യൂറോപ്പിൽ ഏതൊരു രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്നാൽ അതിനേക്കാളൊക്കെ വലുതാണ്. ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ ഒരു രാജ്യം തന്നെയായി മാറാൻ ശേഷിയുള്ളതാണ് ഈ 60 കോടി പേർ. അവരെ ബാധിക്കുന്ന നിർണായകമായ ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയനോട് ഒരു ചർച്ച നടത്താൻ പോലും ഭരണകൂടം തയ്യാറായില്ല. ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റിൽ പോലും ഭൂരിപക്ഷം BJP ഉണ്ടായിട്ടും അവിടെ പോലും ഒരു ചർച്ചയ്ക്ക് ധൈര്യപ്പെട്ടില്ല. 3 മണിക്കൂർ കൊണ്ട് ഈ നിയമങ്ങളെല്ലാം പാസ്സായി. 3 മണിക്കൂറായിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ ലോകത്തിന്റെ പൊതുസ്ഥിതി ഇങ്ങനെയാണോ? 148 വർഷം മുമ്പ് ചിക്കാഗോയിൽ സ്വമേധയ സമര പോരാട്ടത്തിൽ തെരുവിലേക്ക് ഇറങ്ങി വന്ന തൊഴിലാളികൾ, സംഘടനയില്ലാതെ നേതാവില്ലാതെ ഇറങ്ങി വന്ന തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐതിഹാസികമായി നടത്തിയൊരു സമരമുണ്ട് 148 വർഷം മുമ്പ്. നമുക്കറിയാം, അതാണ് മെയ് ദിനം. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ മെയ് ദിനം ആചരിക്കുന്നത്. അന്ന് 148 വർഷം മുമ്പ് 8 മണിക്കൂർ ജോലി സമയം നിജപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിസ്ഫോടനാത്മകമായിട്ടുള്ള പുരോഗതി ഉണ്ടായി, കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതി ഉണ്ടായി. അത്രയും മണിക്കൂർ ഇപ്പൊ ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഉൽപാദന ശേഷി, ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും എല്ലാം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ വളർന്നു ഈ കാലഘട്ടം കൊണ്ട്. അതിൻ്റെ ഗുണം അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ജോലി സമയം കുറയ്ക്കണം എന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ WFTUവിന്റെ അന്താരാഷ്ട്ര മുദ്രാവാക്യമാണ് ലോകത്തിന്റെ മുമ്പിൽ. നമ്മൾ അതിൻ്റെ അംഗമാണ് CIT. യൂറോപ്പിൽ അത് ഭാഗികമായി നടപ്പിലാക്കി. ഇംഗ്ലണ്ടിൽ ജോലി സമയം ഒരാഴ്ചയിൽ 48 മണിക്കൂർ എന്നുള്ള 36 മണിക്കൂറായി കുറച്ചു. 36 മണിക്കൂറായി കുറച്ചു. അമേരിക്കയിൽ 36 മണിക്കൂറായി കുറച്ചു ആഴ്ചയിൽ. ഫ്രാൻസിലാണെങ്കിൽ അത് 30 മണിക്കൂറാക്കി കുറച്ചു. 30 മണിക്കൂറാക്കി കുറച്ചു എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ ആഴ്ചയിൽ, ഒരു ദിവസം 5 മണിക്കൂർ ജോലി ചെയ്താൽ. അങ്ങനെ ലോകത്ത് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ, അമേരിക്കയെ പോലും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി ജോലി സമയം കുറയ്ക്കുകയും ആസ്ട്രേലിയ പോലുള്ള രാജ്യം, അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന നിയമവും കൂടി പാസ്സാക്കി. അതായത് ജോലി കഴിഞ്ഞിട്ടാൽ പിന്നെ തിരിച്ചു പിറ്റേന്ന് ജോലിക്ക് കയറുന്നവരെ ജോലി സംബന്ധമായ ഒരു കാര്യവും അവരുടെ ജോലി സ്ഥലത്ത് വിളിച്ച് പറയാൻ പാടില്ല. അപ്പം അങ്ങനെയാണോ? പല സ്ഥാപനങ്ങളിലും ഫോണിൽ വിളി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കള് IT ഫീൽഡിലുണ്ടെങ്കിൽ, മറ്റ് അതുപോലുള്ള ബാങ്കുകളിലുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നാലും വിശ്രമിക്കാൻ സമയം കൊടുക്കില്ല, വിളി വന്നുകൊണ്ടേയിരിക്കും, ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു ആസ്ട്രേലിയയിൽ. യൂറോപ്പിലെ 6 രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചു. ആ നിയമത്തിന്റെ പേരാണ് റൈറ്റ് ടു ഡിസ്കണക്ട്. അതായത് ഡിസ്കണക്ട് ചെയ്യാനുള്ള റൈറ്റ്, അവകാശം, നിയമം. അപ്പോഴാണ് അതിന് വിരുദ്ധമായി ഇന്ത്യയിലെ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ഹിന്ദുത്വ ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനൊന്നും പോരാ, ആഴ്ചയിൽ 12 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ ജോലി ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ആ നിയമം